കാവായിലെ സ്നേഹം നിറഞ്ഞ സഹോദരരെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ആദ്യം തന്നെ ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ നമ്മുടെ ഈസ്റ്റർ പ്രോഗ്രാമിന് ശേഷം ഏകദേശം 4 മാസത്തിനുള്ളിൽ നിരവധിയായ പ്രോഗ്രാംസ് നമ്മൾ നടത്തുകയുണ്ടായി. കുറേയേറെ ടൂർണമെന്റുകൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ്, ചെസ്, അങ്ങനെ കുറേയേറെ വുമൻസിന്റെ ഭാഗത്തു നിന്ന് അവരുടെ ഒരു 1 ഡേ ടൂർ, അവരുടെ തന്നെ ഒരു മദേഴ്സ് ആൻഡ് നഴ്സസ് ഡേ, KCB കുട്ടികൾ ഒരു ബോൾ പെയിന്റിങ്, ഒരു ഡേ ഔട്ട് അവരെ നടത്തി. അതോടൊപ്പം ഓൺഗോയിങ് ആയിട്ട് നമ്മുടെ കിഡ്സ് ക്ലബ്ബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഈ 3-4 മാസത്തിനുള്ളിൽ KCCയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാവായില് കുറേയേറെ നുണപ്രചരണങ്ങളും കിംവദന്തികളും പ്രചരിക്കപ്പെട്ടപ്പോൾ KCCO അതിന് ഒരു നാഷണൽ കൗൺസിൽ മീറ്റിംഗ് നടത്തപ്പെടുകയുണ്ടായി. പലരുടെയും സംശയ നിവാരണങ്ങൾക്കായിട്ടുമാണ്. കാവായി ഉൾപ്പെടെ 15ഓളം വരുന്ന യൂണിറ്റ് അസോസിയേഷനിൽ നിന്നായി ഏകദേശം 50ഓളം മെമ്പേഴ്സ്, കൗൺസിൽ മെമ്പേഴ്സ് എത്തപ്പെട്ട ആ യോഗത്തിൽ, ആ മീറ്റിംഗിൽ സ്വാഭാവികമായിട്ടും കാവായായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം. എല്ലാവരും കാവായെ ഉറ്റുനോക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്നെ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ അവർ നോക്കിക്കണ്ടപ്പോൾ, കാവായുടെ ഉറച്ച നിലപാടുകൾ, കാവായുടെ അതിജീവനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പിന്നാമ്പുറ കഥകൾ എനിക്ക് അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ അതിന്റെ എല്ലാം പിന്നില് അടിപതറുന്ന പല അവസരങ്ങളുണ്ടായിട്ടും, മനസ്സ് പതറുന്ന പല അവസരങ്ങളുണ്ടായിട്ടും ആടി ഉലയാതെ, 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ, അചഞ്ചലമായി, ഒറ്റക്കെട്ടായി, അഭിമാനത്തോടെ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണക്കാർ. നിങ്ങൾ മാത്രം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഈ പൈതൃകവുമായി ബന്ധപ്പെട്ട തുടക്കത്തില് അതിന്റെ രജിസ്ട്രേഷൻസ് വളരെ സ്ലോ ആയിരുന്നു. പിന്നീട് അവരുടെ കാവായുടെ ഉറച്ച നിലപാടുകൾ അത് ന്യായവും യുക്തവുമാണെന്ന് മനസ്സിലാക്കിയ മറ്റ് അസോസിയേഷനിൽ നിന്നായി പിന്നീട് അങ്ങോട്ടൊരു മലവെള്ളപ്പാച്ചിലായിരുന്നു. രജിസ്ട്രേഷൻസ് ക്ലോസ് ചെയ്തു. ഇന്ന് നമ്മുടെ കാവായിൽ നിന്ന് 85-ൽ പരം ആളുകളാണ് പൈതൃകത്തിലേക്കായി പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്. അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുറേയേറെ പരിപാടികളും പ്രോഗ്രാംസിനുമെല്ലാം തയ്യാറെടുപ്പുകളും റിഹേഴ്സലുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിശ്വാസം എന്ന് പറയുന്നത് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് മതപരമായ വിശ്വാസം എന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒന്നാണെന്നാണ്. എന്നാൽ ഇന്ന് ആ വിശ്വാസത്തെ വിൽപ്പന ചരകാക്കിക്കൊണ്ട് കപടഭക്തിയിലൂടെ സമുദായത്തെ തള്ളിപ്പറഞ്ഞ് കാവായെ മറന്ന് വേറെ ഒരു സംഘടനയുണ്ടാക്കി പോയ എന്റെ സുഹൃത്തുക്കളോട് ഒരേ ഒരു ചോദ്യം, അതൊരിക്കലും സംഘടനയുടെ നിയമസംഹിതകളെ കുറിച്ചോ അതല്ലെങ്കിൽ ഗ്രാനായ സമുദായത്തിന്റെ പൂർവ്വകാല ചരിത്രത്തെ കുറിച്ചോ ഒന്നുമല്ല. ഒരു സാധാരണ ഗ്രാനായക്കാരന് തോന്നാവുന്ന ഒരേ ഒരു സംശയം, ഒരേ ഒരു ചോദ്യം. എനിക്ക് പൊക്കൽക്കൊടി ബന്ധമുള്ള എന്റെ മാതൃ ഇടവകയിൽ നിന്ന് എന്നെ വിലക്കേർപ്പെടുത്തിയപ്പോഴും, എന്റെ മക്കളുടെ കൂതാശപരമായ കാര്യങ്ങളിൽ നിന്ന് എന്നെ ആട്ടിയകറ്റിയപ്പോഴും എന്തേ നിങ്ങൾ പ്രതികരിച്ചില്ല? എനിക്ക് നിഷേധിക്കപ്പെട്ട എന്റെ ആചാരാനുഷ്ഠാനങ്ങൾ എനിക്കതിനെതിരായി കോടതി കയറേണ്ടി വന്നില്ലേ? എന്റെ ഭാഗം ന്യായവും യുക്തവുമാണെന്ന്
മനസ്സിലാക്കിയപ്പോൾ കോടതി പോലും അതിന് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചില്ലേ. എന്നിട്ടും താൽക്കാലികമായി പൈതൃകത്തിലേക്ക് വേണ്ടി മാത്രം നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണെന്ന് യൂട്യൂബിലൂടെ വിളിച്ചു പറയുമ്പോഴും നാളെ പൈതൃകത്തിന്റെ മണ്ണിലേക്ക് ഒരേ ഫ്ലൈറ്റിൽ ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ കൊതിയാവുന്നു എന്ന് വീമ്പിളക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഒരേ ഒരു മറുപടി മാത്രം പറയാനുള്ളൂ. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുവാനും തരാതരം ഒന്നിനെ പോലെ നിറം മാറുവാനും കാവാ സമൂഹം തയ്യാറാവുകയില്ല. അതൊരിക്കലും ഉണ്ടാവുകയുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയ്ക്കായി ഒരിക്കൽ കൂടി അത് പറയുന്നു മാത്രം. നാളെ ജ്ഞാനായ സമുദായം പഴയതുപോലെ തന്നെ ഒരുമയോടെ പോകുന്ന ഒരു കാലം അതിവിദൂരമല്ല. അപ്പോൾ ആ യാത്രയില് കാവായുടെ ഉറച്ച നിലപാടുകൾ കാലം കാത്തു സൂക്ഷിച്ച കാവ്യനീതി പോലെ എന്നും ഒരു വഴികാട്ടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വരുംകാലങ്ങളില് ജ്ഞാനായ ചരിത്രത്തിന്റെ നല്ല നല്ല ഓർമ്മകളില് ഒരു നുറുങ്ങുവെട്ടമാവാൻ, ഒരു ചെറു തിരിത്തെളിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകുന്ന കാവായിലെ എന്റെ സഹോദരി കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.